وَيَدْعُ الْإِنسَانُ بِالشَّرِّ دُعَاءَهُ بِالْخَيْرِ وَكَانَ الْإِنسَانُ عَجُولًا. നന്മയെ തേടേണ്ടതുപോലെ മനുഷ്യൻ തിന്മയെ തേടുന്നു. മനുഷ്യൻ വലിയ ധൃതിക്കാരനാകുന്നു. താങ്കൾ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ആ ശിക്ഷ ഇങ്ങ് കൊണ്ടുവരൂ എന്ന് മക്കയിലെ സത്യനിഷേധികൾ പലതവണ നബി തിരുമേനിയോട് ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ വിഡ്ഢിത്തപരമായ ഈ ആവശ്യത്തിനുള്ള മറുപടിയാണിത്. നേരത്തെ പ്രസ്താവിച്ച വിവരണത്തെ തുടർന്നുള്ള ഈ നിർദ്ദേശത്തിലൂടെ അവരെ ഓർമ്മപ്പെടുത്തുന്നതിതാണ്: വിഡ്ഢികളെ, നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം ശിക്ഷയ്ക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിന്റെ ശിക്ഷ ഒരു ജനതയുടെ മേൽ വന്ന് വീഴുകയാണെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് വല്ല ബോധവുമുണ്ടോ? അതോടൊപ്പം സത്യനിഷേധികളുടെ അക്രമമർദ്ദനങ്ങളും അധർമ്മങ്ങളും കാരണം അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വരണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്ന മുസ്ലിങ്ങൾക്കും ഇതിൽ സൂക്ഷ്മമായ ഒരു നിർദ്ദേശമുണ്ട്. വാസ്തവത്തിൽ അന്ന് സത്യനിഷേധത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ പിന്നീട് വിശ്വസിക്കുകയും ഭൂമുഖത്ത് ഇസ്ലാമിന്റെ പതാക ഉയർത്തിപ്പിടിക്കുകയും ചെയ്തവരായിരുന്നു. ഇതുവെച്ച് അള്ളാഹു പറയുകയാണ്: മനുഷ്യൻ വളരെ അക്ഷമനാണ്. തൽക്കാലം ആവശ്യമുള്ളതെന്തോ അതിനുവേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. വാസ്തവത്തിൽ അന്ന് തന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരുന്നുവെങ്കിൽ അത് തനിക്ക് ദോഷമായേനെ എന്ന് പിന്നീട് അവന് തന്നെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും. وَجَعَلْنَا اللَّيْلَ وَالنَّهَارَ آيَتَيْنِ فَمَحَوْنَا آيَةَ اللَّيْلِ وَجَعَلْنَا آيَةَ النَّهَارِ مُبْصِرَةً لِتَبْتَغُوا فَضْلًا مِّن رَّبِّكُمْ وَلِتَعْلَمُوا عَدَدَ السِّنِينَ وَالْحِسَابَ وَكُلَّ شَيْءٍ فَصَّلْنَاهُ تَفْصِيلًا. നോക്കുക, നാം രാവിനെയും പകലിനെയും രണ്ട് ദൃഷ്ടാന്തങ്ങളാക്കിയിരിക്കുന്നു. രാവാകുന്ന ദൃഷ്ടാന്തത്തെ പ്രകാശരഹിതമാക്കി, പകലെന്ന ദൃഷ്ടാന്തത്തെ പ്രകാശമാനവുമാക്കി. നിങ്ങൾക്ക് നാഥന്റെ അനുഗ്രഹങ്ങൾ അന്വേഷിക്കാനും മാസങ്ങളുടെയും വർഷങ്ങളുടെയും കണക്കറിയാനും സാധിക്കേണ്ടതിനത്രേ അത്. ഇவ்விധം സകല സംഗതികളെയും നാം വ്യത്യസ്തമാക്കി വേർതിരിച്ചു വച്ചിരിക്കുന്നു. ഭിന്നതകളിൽ പരിഭ്രാന്തരായി ഏകരൂപവും ഏകവർണവുമായി കിട്ടുന്നതിനു വേണ്ടി അക്ഷമരാകേണ്ടതില്ലെന്ന് സാരം. ഈ ലോകമാകുന്ന വലിയ യന്ത്രശാലയിൽ വൈവിധ്യത്തിന്റെയും വൈജാത്യത്തിന്റെയും ആധിപത്യമാണ് നടക്കുന്നത്. ഉദാഹരണമായി, ദിനേന നിങ്ങളുടെ മേൽ വന്നുകൊണ്ടിരിക്കുന്ന രാപ്പകലുകളാകുന്ന വമ്പിച്ച ദൃഷ്ടാന്തങ്ങൾ തന്നെ എടുത്തു നോക്കുക. അവയുടെ ഭിന്നതയിൽ എന്തുമാത്രം ഗുണങ്ങളാണുള്ളത്! അഥവാ എപ്പോഴും നിങ്ങൾക്ക് രാത്രിയോ പകലോ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഈ സൃഷ്ടികളെല്ലാം ഇങ്ങനെ ജീവിക്കുമായിരുന്നു. പ്രകൃതിയിൽ മുഴുവൻ വൈവിധ്യവും ഭിന്നതയും വൈജാത്യവുമുള്ളതോടൊപ്പം ധാരാളം ഗുണങ്ങളുള്ളതായും കാണുന്നുണ്ട്. എങ്കിൽ അതേപോലെ മനുഷ്യരുടെ അഭിരുചികളിലും ചിന്താഗതികളിലും പരിഗണനകളിലും കാണപ്പെടുന്ന വൈവിധ്യത്തിലും വൈജാത്യത്തിലും വളരെ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹു ഇടപെട്ട് ഈ ഭിന്നതകൾ അത്രയും ഇല്ലാതാക്കുക, നിർബന്ധപൂർവം മുഴുവൻ മനുഷ്യരെയും നല്ലവരും വിശ്വാസികളുമാക്കുക, ദുർമാർഗികളും നിഷേധികളുമായ എല്ലാ മനുഷ്യരെയും നശിപ്പിച്ച് അനുസരണമുള്ള വിശ്വാസികളെ മാത്രം ഭൂമിയിൽ അവശേഷിപ്പിക്കുക എന്നിവയിലല്ല ഗുണമുള്ളത്. അങ്ങനെയാവണമെന്ന് ആഗ്രഹിക്കുന്നത് അബദ്ധമാണ്. പകൽ തന്നെ മതി, രാത്രിയുടെ അന്ധകാരം ഒരിക്കലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നത് അബദ്ധമായതുപോലെ. വാസ്തവത്തിൽ ഗുണമുള്ളത് നേർമാർഗത്തിന്റെ പ്രകാശം കയ്യിലുള്ളവർ ആരാണോ അവരതുമായി ദുർമാർഗത്തിന്റെ അന്ധകാരത്തെ നീക്കിക്കളയാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിലാണ്. രാത്രിയെപ്പോലുള്ള അന്ധകാരഘട്ടം വരുമ്പോൾ അവർ സൂര്യനെപ്പോലെ അതിനെ പിന്നിലാക്കണം, പകലിന്റെ പ്രകാശഘട്ടം തെളിഞ്ഞു വരുന്നത് വരെ. وَكُلَّ إِنسَانٍ أَلْزَمْنَاهُ طَائِرَهُ فِي عُنُقِهِ وَنُخْرِجُ لَهُ يَوْمَ الْقِيَامَةِ كِتَابًا يَلْقَاهُ مَنشُورًا. ഓരോ മനുഷ്യന്റെയും ശകുനത്തെ നാം അവന്റെ കഴുത്തിൽ തന്നെ ബന്ധിച്ചിരിക്കുന്നു. പുനരുത്ഥാന നാളിൽ നാം അവനുവേണ്ടി ഒരു രേഖ പുറപ്പെടുവിക്കും. അത് ഒരു തുറന്ന പുസ്തകം പോലെ അവൻ കാണും. ഓരോ മനുഷ്യന്റെയും ഭാഗ്യവും ദൗർഭാഗ്യവും നല്ലതോ ചീത്തയോ ആയ പര്യവസാനത്തിന്റെ നിമിത്തങ്ങളും യഥാർത്ഥത്തിൽ അവനിൽ തന്നെയാണ് നിലകൊള്ളുന്നത്.
തന്റെ സ്വഭാവ ഗുണങ്ങൾ, നടപടിക്രമങ്ങൾ, വിവേചനശക്തി, തീരുമാനശക്തി എന്നിവയുടെ ഉപയോഗത്തിലൂടെ ഓരോരുത്തരും സ്വയം തന്നെയാണ് തങ്ങളെ സൗഭാഗ്യത്തിനും ദൗർഭാഗ്യത്തിനും അർഹരാക്കുന്നത്. അറിവില്ലാത്ത ആളുകൾ തങ്ങളുടെ ശകുനത്തെയും ഭാഗധേയത്തെയും ബാഹ്യലോകത്തേക്ക് വലിച്ചു നീട്ടുകയും തങ്ങളുടെ ദൗർഭാഗ്യത്തിന്റെ ഉത്തരവാദിത്വം ബാഹ്യകാരണങ്ങളിൽ കെട്ടിവെക്കുകയും ചെയ്യുന്നു. വാസ്തവമാകട്ടെ, അവരുടെ നന്മ തിന്മകളുടെ വിധി അവരുടെ തന്നെ കഴുത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ നോക്കിയാൽ അവരെ കാണാം. ഏതെല്ലാം കാര്യങ്ങളാണ് അവനെ ദുർമാർഗത്തിന്റെയും നാശത്തിന്റെയും വഴിയിലേക്ക് നയിക്കുകയും അവസാനം പരാജിതനും നഷ്ടപ്പെട്ടവനുമാക്കി മാറ്റുകയും ചെയ്തതെന്ന് അപ്പോൾ വ്യക്തമാവും. അതെല്ലാം വാസ്തവത്തിൽ അവന്റെ സ്വന്തം ഗുണങ്ങളും തെറ്റായ തീരുമാനങ്ങളും തന്നെയായിരുന്നു. ഒരു ശക്തിയും പുറമേ നിന്ന് വന്ന് അവന്റെ മേൽ ആധിപത്യം ചെലുത്തുകയും നിർബന്ധിക്കുകയും ചെയ്തിട്ടില്ല. اقرأ كتابك كفى بنفسك اليوم عليك حسيبا. വായിക്കുക നിന്റെ ഈ കർമ്മരേഖ. ഇന്ന് നിന്റെ കണക്ക് നോക്കുന്നതിന് നീ തന്നെ മതി. من اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى وما كنا معذبين حتى نبعث رسولا. ഒരുവൻ സന്മാർഗം സ്വീകരിക്കുന്നത് സ്വന്തം ഗുണത്തിനു വേണ്ടിയാകുന്നു. ദുർമാർഗം ആചരിക്കുന്നുവെങ്കിൽ അതിന്റെ ദോഷവും അവന് തന്നെ. ഭാരം വഹിക്കുന്നവരാരും തന്നെ മറ്റൊരുവന്റെ ഭാരം വഹിക്കുകയില്ല. സത്യവും മിഥ്യയും വേർതിരിച്ച് കാണിച്ചു തരുന്ന ഒരു പ്രവാചകനെ നിയോഗിക്കുന്നതുവരെ നാം ജനങ്ങളെ ശിക്ഷിക്കാറുമില്ല. സന്മാർഗം തിരഞ്ഞെടുക്കുക വഴി ഒരാളും അള്ളാഹുവിനോടോ അവന്റെ പ്രവാചകനോടോ ജനങ്ങളുടെ സംസ്കാരത്തിനു വേണ്ടി പരിശ്രമിക്കുന്ന മറ്റുള്ളവരോടോ ഔദാര്യമൊന്നും കാണിക്കുന്നില്ല. മറിച്ച് തനിക്കു വേണ്ടി തന്നെ നന്മ പ്രവർത്തിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അതുപോലെ ഒരാൾ ദുർമാർഗം തിരഞ്ഞെടുക്കുകയോ അതിൽ ശഠിച്ചു നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾ മറ്റാർക്കും ഒരു ദോഷവും വരുത്തുന്നില്ല, തനിക്ക് തന്നെയാണ് നഷ്ടം വരുത്തുന്നത്. അള്ളാഹുവും പ്രവാചകനും സത്യപ്രബോധകരും മനുഷ്യനെ ദുർമാർഗത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും നേർമാർഗം കാണിക്കുന്നതിനുമായി നടത്തുന്ന പരിശ്രമങ്ങൾ തങ്ങളുടെ ഏതെങ്കിലും താൽപര്യത്തിനു വേണ്ടിയല്ല, മറിച്ച് മനുഷ്യന്റെ നന്മയ്ക്കു വേണ്ടിയാണത്. ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സത്യം സത്യമായും അസത്യം അസത്യമായും വ്യക്തമാക്കപ്പെടുന്നുവെന്ന് കരുതുക. അപ്പോൾ അവൻ സ്ഥാപിത താൽപര്യങ്ങളും പക്ഷപാതിത്വങ്ങളും കൈയൊഴിച്ചുകൊണ്ട് നേർക്കുനേരെ അസത്യത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും സത്യം സ്വീകരിക്കുകയുമാണ് ചെയ്യുക. മറിച്ച് പക്ഷപാതിത്വങ്ങളും സ്ഥാപിത താൽപര്യങ്ങളുമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവൻ സ്വയം ദൗർഭാഗ്യവാനായി തീരുകയുമായിരിക്കും ഫലം. വിശുദ്ധ ഖുർആൻ പലയിടത്തും ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള അതിപ്രധാനമായ ഒരടിസ്ഥാന യാഥാർത്ഥ്യമാണിത്. ഇത് മനസ്സിലാക്കാതെ മനുഷ്യന്റെ പ്രവർത്തന മാർഗം ഒരിക്കലും നേരെയാവുകയില്ല. ഖുർആൻ ഈ പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്: ഓരോ മനുഷ്യനും തന്നെക്കുറിച്ച് ധാർമ്മികോത്തരവാദിത്തമുണ്ട്. വ്യക്തിപരമായി തന്നെ അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കാൻ ബാധ്യസ്ഥനുമാണ്. വ്യക്തിപരമായ ഈ ഉത്തരവാദിത്വത്തിൽ മറ്റൊരാളും അവനോടൊപ്പം പങ്കുചേരുകയില്ല. ഭൂമിയിൽ വെച്ച് ഒരു പ്രവൃത്തിയിലോ ഒരു പ്രവർത്തന മാർഗത്തിലോ വളരെയേറെ മനുഷ്യരോ സമുദായങ്ങളോ തലമുറകൾ തന്നെയോ പങ്കാളികളായാലും ശരി, പരലോകത്ത് ദൈവത്തിന്റെ കോടതിയിൽ ആ സംഘടിത പ്രവർത്തനത്തെ വിഭജിച്ച് ഓരോ മനുഷ്യന്റെയും സ്വന്തമായ ഉത്തരവാദിത്വങ്ങൾ തികച്ചും വേറെയാക്കുന്നതാണ്. ഓരോ മനുഷ്യനും രക്ഷയോ ശിക്ഷയോ ലഭിക്കുന്നത് അയാൾ വ്യക്തിപരമായി ഉത്തരവാദിയെന്ന് സ്ഥാപിക്കപ്പെട്ട നന്മയ്ക്കോ തിന്മയ്ക്കോ മാത്രമായിരിക്കും. മറ്റുള്ളവർ പ്രവർത്തിച്ചതിന്റെ കുറ്റം അവന്റെ മേൽ ചാർത്തുകയോ തന്റെ പ്രവർത്തനങ്ങളുടെ പാപഭാരം മറ്റുള്ളവരിൽ വെച്ചുകൊടുക്കുകയോ ചെയ്യുക എന്നത് ദൈവിക കോടതിയിൽ സംഭവിക്കുകയില്ല. അതിനാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യന് മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്ന് നോക്കേണ്ടതില്ല, മറിച്ച് തന്നിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ച് താൻ എന്തു ചെയ്യുന്നു എന്നാണ് സദാ നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. ഇങ്ങനെ തന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അവന് ശരിയായ ബോധമുണ്ടാവുകയാണെങ്കിൽ തനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ വിജയകരമായി ഉത്തരം ബോധിപ്പിക്കാൻ സാധിക്കുമാറുള്ള പ്രവർത്തന മാർഗത്തിൽ അവൻ ഉറച്ചു നിൽക്കുന്നതാണ്, മറ്റുള്ളവർ എന്തു ചെയ്താലും ശരി. വിശുദ്ധ ഖുർആൻ വിവിധ ശൈലിയിൽ മനുഷ്യ മനസ്സിൽ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു അടിസ്ഥാനമാണിത്. ഇതിന്റെ വിശദീകരണം ഇങ്ങനെയാണ്: അള്ളാഹുവിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ പ്രവാചകന് ഒരു സുപ്രധാന സ്ഥാനമുണ്ട്. പ്രവാചകനും
അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശവുമാണ് ജനങ്ങളുടെ മേൽ അല്ലാഹുവിനുള്ള ന്യായം. ഈ ന്യായം സ്ഥാപിതമായില്ലെങ്കിൽ അടിമകളെ ശിക്ഷിക്കുന്നത് നീതിക്ക് വിരുദ്ധമായി തീരും. എന്തുകൊണ്ടെന്നാൽ തനിക്ക് മുന്നറിയിപ്പ് പോലും ലഭിച്ചിട്ടില്ലെന്നിരിക്കെ തന്നെ പിടികൂടുന്നത് എങ്ങനെ നീതിയാവുമെന്ന് ആ അവസ്ഥയിൽ അവന് ഒഴികഴിവ് പറയാൻ സാധിക്കും. പക്ഷേ ഈ തെളിവ് സ്ഥാപിതമായതിനു ശേഷം ദൈവത്തിന്റെ സന്ദേശത്തിൽ നിന്ന് തിരിഞ്ഞുകളയുകയോ അത് ലഭിച്ചിട്ടും അതിൽ നിന്ന് തെറ്റി നടക്കുകയോ ചെയ്യുന്നവരെ ശിക്ഷിക്കണമെന്നതാണ് നീതിയുടെ താൽപര്യം. അറിവില്ലാത്ത ആളുകൾ ഇത്തരം ആയത്തുകൾ വായിച്ച് ഒരു നബിയുടെ സന്ദേശവും എത്തിയിട്ടില്ലാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് തല പുണ്ണാക്കാറുണ്ട്. ദൈവത്തിന്റെ സന്ദേശം ലഭിച്ച തന്റെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കുകയാണ് വാസ്തവത്തിൽ ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ കാര്യം അവൻ നോക്കേണ്ടതില്ല. ആർക്കാണ് സന്ദേശം ലഭിച്ചത്, എപ്പോഴാണ് ലഭിച്ചത്, എത്രത്തോളം ലഭിച്ചു, അതിനോട് അവന്റെ സമീപനം ഏത് രൂപത്തിലായിരുന്നു എന്നൊക്കെ അല്ലാഹുവിനറിയാം. അല്ലാഹുവിന്റെ ന്യായം പൂർത്തിയായത് ആരുടെ കാര്യത്തിലാണെന്നും പൂർത്തിയാവാത്തത് ആരുടെ കാര്യത്തിലാണെന്നും ശരിയായി അറിയുന്നവൻ അദൃശ്യജ്ഞാനമുള്ള അല്ലാഹു മാത്രമാണ്. وَإِذَا أَرَدْنَا أَن نُهْلِكَ قَرْيَةً أَمَرْنَا مُتْرَ فِيهَا فَفَسَقُوا فِيهَا فَحَقَّ عَلَيْهَا الْقَوْلُ فَدَمَّرْنَاهَا تَدْمِيرًا. നാം ഒരു നാടിനെ നശിപ്പിക്കണമെന്നുദ്ദേശിച്ചാൽ അതിലെ സുഖലോലുപരോട് കൽപ്പിക്കുന്നു. അപ്പോൾ അവരതിൽ ധർമ്മധിക്കാരം വളർത്തുകയായി. തുടർന്ന് ആ നാട് നമ്മുടെ ശിക്ഷാവിധിക്ക് അർഹമായിത്തീരുന്നു. അപ്പോൾ നാം അതിനെ തകർത്തുകളയുന്നു. ഈ സൂക്തത്തിൽ കൽപ്പന കൊണ്ടുദ്ദേശിക്കുന്നത് പ്രകൃതിപരമായ ആജ്ഞയും പ്രകൃതി നിയമവുമാണ്. അതായത് ഒരു ജനതയ്ക്ക് നാശം സംഭവിക്കാൻ പോവുകയാണെങ്കിൽ ദൈവഹിതമെന്ന് പറയട്ടെ, ആ ജനതയിലെ ആഡംബരപ്രിയന്മാർ അധർമ്മകാരികളായിട്ടുണ്ടാവും. നശിപ്പിക്കാൻ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യം നിരപരാധിയായ ഏതെങ്കിലും നാടിനെ അല്ലാഹു വെറുതെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുമെന്നല്ല. മറിച്ച് ഏതെങ്കിലും നാട്ടുകാർ ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുകയും അങ്ങനെ അതിനെ നശിപ്പിക്കണമെന്ന് അല്ലാഹു തീരുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ തീരുമാനം നടപ്പാവുന്നത് ഇങ്ങനെയായിരിക്കുമെന്ന് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ ഖുർആൻ സൂക്തം നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്: ഒരു സമൂഹത്തെ അവസാനമായി നശിപ്പിക്കുന്നത് ആ സമൂഹത്തിലെ സുഭിക്ഷതയുള്ളവരും ഉന്നതന്മാരുമായ ആളുകളുടെ മാർഗഭ്രംശമാണ്. ഒരു ജനതയ്ക്ക് നാശം വരാൻ പോകുമ്പോൾ അതിലുള്ള പണക്കാരും അധികാരസ്ഥന്മാരുമായ ആളുകൾ അധർമ്മത്തിലേക്കും ധിക്കാരത്തിലേക്കും ഇറങ്ങിവരുന്നു. അക്രമമർദ്ദനങ്ങളും ദുർവൃത്തികളും ദുഷ്ടതകളും പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ കുഴപ്പം മുഴുവൻ ജനതയെയും നശിപ്പിക്കുന്നു. അതിനാൽ ഏതെങ്കിലും ഒരു സമൂഹം തങ്ങളുടെ തന്നെ ശത്രുവല്ലെങ്കിൽ അവരുടെ അധികാരത്തിന്റെ കടിഞ്ഞാണും സമ്പത്തിന്റെ നിയന്ത്രണവും ദുർവൃത്തന്മാരും സങ്കുചിതരുമായ ആളുകളുടെ കരങ്ങളിൽ അർപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. وَكَمْ أَهْلَكْنَا مِنَ الْقُرُونِ مِنْ بَعْدِ نُوحٍ وَكَفَى بِرَبِّكَ بِذُنُوبِ عِبَادِهِ خَبِيرًا بَصِيرًا. നോക്കുക, നൂഹിന് ശേഷമുള്ള എത്രയെത്ര തലമുറകളാണ് നമ്മുടെ വിധിയാൽ നശിച്ചിട്ടുള്ളത്. തന്റെ ദാസന്മാരുടെ പാപങ്ങളെക്കുറിച്ച് നിന്റെ നാഥൻ തികഞ്ഞ ബോധമുള്ളവനാകുന്നു. അവൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا. ഒരുവൻ തൽക്ഷണം ലഭിക്കുന്ന ഐഹിക നേട്ടങ്ങളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഇവിടെ നാം ഇച്ഛിക്കുന്നവർക്ക് ക്ഷണത്തിൽ നൽകുന്നു. എന്നിട്ട് അവന് നരകത്തെ നിശ്ചയിച്ചു കൊടുക്കുന്നു. അതിലവൻ നിന്ദിതനും കാരുണ്യം വിലക്കപ്പെട്ടവനുമായി എറിയപ്പെടുന്നു. ഇവിടെ ആജിലത്ത് എന്ന പദത്തിനർത്ഥം ഉടനെ ലഭിക്കുന്നത് എന്നാണ്. പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളും നന്മകളുമൊക്കെ ഉടനെ അനുഭവിക്കാൻ സാധിക്കുന്ന ഐഹിക ജീവിതത്തെ കുറിക്കുന്ന സാങ്കേതിക ശബ്ദമായാണ് ഖുർആൻ ഈ പദം ഉപയോഗിക്കാറുള്ളത്.
ഇതിന്റെ വിപരീതമായ ഖുർആനിക സാങ്കേതിക ശബ്ദമാണ് ആഖിറത്ത്. മരണാനന്തര ജീവിതത്തിലേക്ക് പിന്തിക്കപ്പെട്ട കർമ്മഫലവും നന്മകളുമൊക്കെ അനുഭവിക്കുന്ന പരലോകം. നിന്ദിതനും കാരുണ്യം വിലക്കപ്പെട്ടവനുമായി എറിയപ്പെടുന്നു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്: ആർ പരലോകത്തെ അംഗീകരിക്കാതിരിക്കുന്നുവോ, ആർ പരലോകം വരെ ക്ഷമിക്കാൻ തയ്യാറാവാതിരിക്കുകയും തന്റെ പ്രവർത്തന ലക്ഷ്യം ഐഹിക ജീവിതവും അതിലെ സുഖസൗകര്യങ്ങളും മാത്രമാക്കി വെക്കുകയും ചെയ്യുന്നുവോ, അവർക്ക് വല്ലതും ലഭിക്കുകയാണെങ്കിൽ അത് ഐഹിക ജീവിതത്തിൽ മാത്രമായിരിക്കും. പരലോകത്ത് അവർക്കൊന്നും ലഭിക്കുകയില്ല. പരലോകത്ത് അവർക്ക് ഒരു സൗഭാഗ്യവും ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, കേവലമായ ഭൗതിക പൂജയും പരലോകത്ത് ഉത്തരം ബോധിപ്പിക്കേണ്ടി വരുമെന്ന ബോധമില്ലായ്മയും അവരെ തെറ്റായ കർമ്മമാർഗത്തിലൂടെ നരകശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. പരലോകം കാംക്ഷിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിന് പ്രയത്നിക്കേണ്ട വിധം പ്രയത്നിക്കുകയും ചെയ്തവരോ, അത്തരം ആളുകളുടെ പ്രയത്നങ്ങൾ അഭിനന്ദനീയമാകുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും. പരലോക വിജയത്തിനു വേണ്ടി അവർ ചെയ്ത ശ്രമങ്ങളുടെ ഫലം തീർച്ചയായും അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കുല്ലൻ നുമിദ്ദു ഹാഉലാഇ വഹാഉലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറാ. എല്ലാ കൂട്ടർക്കും നാം ഇഹത്തിൽ ജീവിത സൗകര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് നിന്റെ റബ്ബിന്റെ ദാനമത്രേ. നിന്റെ റബ്ബിന്റെ ദാനമോ അതിനെ തടയുന്നവരാരുമില്ല. അതായത്, ഇഹലോകത്ത് ഭക്ഷണവും മറ്റു ജീവിത വിഭവങ്ങളും ഭൗതിക പൂജകന്മാർക്ക് ലഭിക്കും. പരലോകം ആഗ്രഹിക്കുന്നവർക്കും ലഭിക്കും. നൽകുന്നത് അല്ലാഹുവാണ്, മറ്റാരുമല്ല. പരലോകം ആഗ്രഹിക്കുന്നവർക്ക് അത് മുടക്കിക്കളയാൻ ഭൗതിക പൂജകർക്ക് സാധ്യമല്ല. ഭൗതിക പൂജകർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം തടഞ്ഞുവെക്കാൻ പരലോകം ആഗ്രഹിക്കുന്നവർക്കും സാധ്യമല്ല.